പരിശുദ്ധ പരുമല തിരുമേനിയുടെ 122-ാം ഓർമ്മ പെരുന്നാളിന് ഇന്ന് കൊടിയേറി. പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കൊടിയേറ്റ് നിർവഹിച്ചു. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മരണം ഭദ്രാസനത്തിൻ്റെ ആദ്യ മെത്രോപൊലിത്തയായിരുന്നു പരുമല തിരുമേനി, അല്ലെങ്കിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയും ഇദ്ദേഹത്തെ പരിശുദ്ധനായി വണങ്ങുന്നു. പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് ഇദ്ദേഹം. താപസവര്യൻ, അനുഗ്രഹീത പ്രഭാഷകൻ, മികച്ച അജപാലകൻ എന്നതിനു പുറമെ ദളിത് വിഭാഗങ്ങളുടെ വിമോചനം, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണം തുടങ്ങിയ വിഷയങ്ങളിലും താൽപ്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. 1848 ജൂൺ 15 പഴയ കൊച്ചി സംസ്ഥാനത്തിൽപ്പെട്ട മുളന്തുരുത്തി ചാത്തുരുത്തി ഭവനത്തിൽ കൊച്ചുമത്തായി മറിയം ദമ്പതികളുടെ ഇളയ മകനായി പരുമല തിരുമേനി എന്ന കീർത്തിനാമം ലഭിച്ച ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രോപൊലിത്ത ജനിച്ചു. കടന്നു വരുവാൻ പ്രത്യേകമായി ഞങ്ങൾ സൗകര്യമൊരുക്കണം. നമ്മുടെ വൈദിക ട്രസ്റ്റി അഭിനന്ദനായ തോമസ് വർഗീസ് അമയിലച്ഛന് അഭിനന്ദ പിതാക്കന്മാരോടൊപ്പം സ്റ്റേയിലെ കുര്യൻ മറിയം, ഏലി വർക്കി എന്നിവർ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായിരുന്നു. മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിൽ വെച്ച് ഗീവർഗീസ് എന്ന പേരിൽ മാമോദിസ ഏറ്റു. ഏറ്റവും ഇളയ കുട്ടി എന്ന പ്രത്യേക പരിലാളനയിൽ വളർന്ന പരുമല തിരുമേനിയെ മാതാപിതാക്കൾ കൊച്ചൈപ്പോര എന്ന വത്സര്യ പേരിലാണ് വിളിച്ചിരുന്നത്. പഠനത്തിൽ അസാമാന്യ കഴിവുകൾ പ്രകടിപ്പിച്ച കൊച്ചൈപ്പോര പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം പിതൃസഹോദരനായ ഗീവർഗീസ് മൽപ്പാനിൽ നിന്ന് വേദശാസ്ത്രവും സുറിയാനിയും പഠിച്ചു. 9-ാം വയസ്സിൽ തന്നെ മാത്യൂസ് മാർ അത്തനാസിയോസിൽ നിന്ന് ശമാശ സ്ഥാനത്തിൻ്റെ ആദ്യപടിയായ കൊറിയോ പട്ടം സ്വീകരിക്കുകയും ചെയ്തു.
1877 നിരണം ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത മാർ ഗ്രിഗോറിയോസ് മെത്രോപൊലീത്ത പരുമല സെമിനാരിയിൽ തന്നെ താമസം തുടരുന്നു. 1884 തുമ്പമൺ ഭദ്രാസനത്തിന്റെയും തുടർന്ന് കൊല്ലം ഭദ്രാസനത്തിന്റെയും ചുമതലകൾ ഇദ്ദേഹത്തിൽ വന്നു ചേർന്നു. മാർ ഗ്രിഗോറിയസിന്റെ ഭക്തിയിലും വിശുദ്ധ ജീവിതത്തിലും അനേകർ ആകൃഷ്ടരാവുകയും അദ്ദേഹം പരുമല തിരുമേനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. രണ്ടാമത്തെ കൊടി കൊണ്ടുവരുന്ന ആളിനെ കൂടി ഈ സ്റ്റേയിലേക്ക് കടത്തിവിടണമെന്ന് സ്നേഹപൂർവ്വം ഓർത്തിക്കട്ടെ. കൊടി കൊണ്ടുവരുന്ന ആൾ ലഭ്യമാകുന്നു എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഈ ഇന്നത്തെ അനുകൂലമായ കാലാവസ്ഥ. ഏവരും സംശയിച്ചു മഴ പെയ്യുമാറുന്ന ചടങ്ങുകളെ സംബന്ധിച്ച് അനേകങ്ങൾ പ്രാപിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഉടൻ തന്നെ ചപ്പലിൽ തീർത്ഥാടന വാരാഘോഷങ്ങളുടെ കർമ്മം പരിശുദ്ധ ഭാവാദിനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. വൈദികർക്ക് കാപ്പി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വന്നിട്ടുള്ള വിശ്വാസികൾക്കും ചാപ്പിളിന്റെ അവിടെ കാപ്പി ഒരുക്കിയിട്ടുണ്ടെന്ന് സ്നേഹത്തെ ഓർമ്മിക്കുന്നു. ഒരിക്കൽ കൂടി ഈ കർമ്മത്തിൽ വന്നുചേരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കും.